Hello everyone, I am Rahib from Department of Computer Science, KHM Unity Women's College, Mancheri. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 5th സെമ്മിൽ നമുക്കൊരു ഓപ്പൺ കോഴ്സ് ഉണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ഓപ്പൺ കോഴ്സ് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ എന്നാണ്. നമ്മൾ ശരിക്കും കുട്ടികളായിരിക്കുമ്പോൾ LKG മുതൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് കേൾക്കുന്നതാണ്. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ, പിന്നെ സോഫ്റ്റ്വെയർ, പിന്നെ അതേപോലെ തന്നെ കുറച്ച് മുതിർന്നാൽ ഇപ്പോൾ 8th എത്തിയാൽ നമ്മൾ ഓഫീസ്, MS ഓഫീസ്, അല്ലെങ്കിൽ ഉബുണ്ടുവിലാണെങ്കിൽ ഓപ്പൺ ഓഫീസ് റൈറ്റർ, ഇങ്ങനെയുള്ള കുറേ ഓഫീസുമായി ബന്ധപ്പെട്ട കുറച്ച് പേപ്പേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കീഴിലുള്ള ബോർഡ് ഓഫ് സ്റ്റഡീസ് ഫോം ചെയ്ത ഒരു കോഴ്സാണ് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ. പല കുട്ടികളും പലരും ചോദിക്കാം, ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ല, പിന്നെ വീണ്ടും എന്തിനാണ് ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളെല്ലാവരും സെൽഫോൺ യൂസ് ചെയ്യുന്നതാണ്, അതേപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്തുള്ള ഹാർഡ്വെയർ, നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് പറയുന്നത് കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷനാണ്. അതിനകത്ത് കമ്പ്യൂട്ടറിൻ്റെ കമ്പണൻസ് ആയിട്ടുള്ള റാം, റോം, പിന്നെ അതേപോലെ തന്നെ ഡെസ്ക്ടോപ്പിലേക്ക് വന്ന ഡെസ്ക്ടോപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ ലാപ്ടോപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, നെറ്റ് ബുക്ക് ഉണ്ട്, നോട്ട് ബുക്ക് ഉണ്ട്. ഇതെല്ലാം നമ്മൾ പരിചയമുള്ളതാണ്. ടാബും ഉണ്ട്. തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് റാമും റോമും ആ പ്രൈമറി ഡിവൈസസ് ഉണ്ട്. അതേപോലെ തന്നെ പെൻ ഡ്രൈവും ഉണ്ട്. പെൻ ഡ്രൈവ് ചെയ്യുന്നതും ഈ റാമും റോമും ചെയ്യുന്നതൊക്കെ എന്താ ചോദിച്ചാൽ ഇത് കണ്ടൻറ്റ് സ്റ്റോർ ചെയ്യാനാണ്. ഇപ്പോൾ ഇന്നത്തെ കറണ്ട് റേറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ 1 GB റാമിന് ഇപ്പോൾ ഹൈനെക്സിൻ്റെ ആണെങ്കിൽ 279 രൂപയാണ് വില, ഇന്നത്തെ റേറ്റ്, കറണ്ട് റേറ്റ്. പക്ഷേ അതേപോലെ തന്നെ പെൻ ഡ്രൈവ് ഒരു 32 GB പെൻ ഡ്രൈവ്, ഇതും സ്റ്റോറേജാണ്, റാമും സ്റ്റോറേജാണ്. പക്ഷേ പെൻ ഡ്രൈവിന് ഒരു 32 GB പെൻ ഡ്രൈവിന് ഇപ്പോൾ ഉള്ള റേറ്റ് 270 എന്ന് പറഞ്ഞാൽ 32 മടങ്ങ് കൂടുതലാണ് 1 GB റാമിന്. അപ്പോൾ രണ്ടിൻ്റെ പർപ്പസ് ഒന്നാണെന്നാണ് ഏറെക്കുറെ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. കാരണം ഇത് +2 കഴിഞ്ഞ് ഇപ്പോൾ ഡിഗ്രിയിൽ വരുന്ന കുട്ടികളോട് ഞാൻ ക്ലാസ് റൂമിൽ ചോദിക്കാറുണ്ട് ഇതിൻ്റെ ഡിഫറൻസ്. ഒരാൾക്ക് പോലും ഇതുപോലെ പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇവർ പഠിച്ചതാണ്. റാം പഠിച്ചു, റോം പഠിച്ചു, ക്യാഷ് മെമ്മറി പഠിച്ചു, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ആയിട്ടുള്ള പെൻ ഡ്രൈവ് പഠിച്ചു. അപ്പോൾ എന്തിനാ പഠിക്കണത് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സെൽഫോണിലും പ്രൈമറി സ്റ്റോറേജ് ഡിവൈസസ് ഉണ്ട്, കമ്പ്യൂട്ടറിലുണ്ട്, ലാപ്ടോപ്പിലുണ്ട്, ഡെസ്ക്ടോപ്പിലുണ്ട്, ടാബിലുണ്ട്. പക്ഷേ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് മെമ്മറിയൊക്കെ ഒരേപോലെയാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ 32 GB, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 32 GB പെൻ ഡ്രൈവിന് 270 രൂപയാണ് കറണ്ട് റേറ്റ്. പക്ഷേ 1 GB റാമിന് 279 കറണ്ട് റേറ്റ്. അപ്പോൾ മാത്രമല്ല, നമ്മൾ നോക്കുമ്പോൾ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ റാമിലുള്ള കോണ്ടൻറ്റ് മുഴുവനും പോവും, പക്ഷെ പെൻ ഡ്രൈവിൽ പോവില്ല. അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ സ്ട്രെച്ചിൽ നമുക്ക് മനസ്സിലാവുക അഡ്വാൻറ്റേജ് കൂടുതലുള്ളത് പെൻ ഡ്രൈവിനാണ്. പിന്നെ എന്നിട്ടും എന്തേ നമ്മൾ പെൻ ഡ്രൈവ് യൂസ് ചെയ്യുന്നു എന്നുള്ളത്, ഇപ്പോൾ LKG മുതൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിച്ചു വരുന്ന, +2 കഴിഞ്ഞ് ഇവിടെ വരുന്ന, നമ്മുടെ കോളേജിൽ വരുന്ന ഒരു കുട്ടിക്ക് പോലും അതിൻ്റെ റിപ്ലൈ പറയാൻ പറ്റിയിട്ടില്ല. ചില കുട്ടികൾ കമ്പ്യൂട്ടർ ആകുമ്പോൾ റാമൊക്കെ വേണ്ടേ, ആ രീതിയിലാണ് പറയാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കോഴ്സിന് ഈ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് ആവശ്യമാണ്. പിന്നെ സെക്കൻഡ് യൂണിറ്റിലേക്കും 3rd യൂണിറ്റിലേക്കും 4th യൂണിറ്റിലേക്കും വന്നാൽ നമ്മൾ കാണുന്നത് ഓഫീസ് ഓട്ടോമേഷനാണ്. സെക്കൻഡ് യൂണിറ്റിൽ കാണുന്നത് വേർഡാണ്. വേർഡ് അറിയാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നമ്മൾ ടീച്ചേഴ്സുമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പല ടീച്ചേഴ്സിനും ഇപ്പോഴും ചോദിക്കാറുണ്ട്, വേർഡിലെ പല കാര്യങ്ങളും അവർക്ക് അറിയില്ല. പക്ഷേ എന്താണ്, കമ്പ്യൂട്ടർ സയൻസ് ടീച്ചർ അല്ലാത്ത വേറെ എല്ലാ ടീച്ചേഴ്സിന് പോലും ഈ വേർഡ്, അതായത് സെക്കൻഡ് യൂണിറ്റ് ആവശ്യമാണ്. ഇപ്പോൾ തീസിസ് റൈറ്റിംഗ്, പിന്നെ അതേപോലെ തന്നെ ലെറ്റർ ഡ്രാഫ്റ്റിംഗ്, പിന്നെ അതേപോലെ തന്നെ റെസ്യൂമും നമ്മൾ പേപ്പറിൽ എഴുതി കൊടുക്കുന്ന രീതിയൊക്കെ പോയി, അതൊക്കെ എപ്പോഴോ പോയി. അപ്പോൾ അത് ടൈപ്പ് ചെയ്യണം, എങ്ങനെ ടൈപ്പ് ചെയ്യണം, അതിൻ്റെ ഫോർമാറ്റ് ഉണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ വരുന്നത്. തേർഡ് യൂണിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സൽ ആണ്. ഇപ്പോൾ എം എസ് ഓഫീസിലെ ഒരു പാർട്ട് ഏതാ ചോദിച്ചാൽ എക്സൽ ആണ്. എത്ര പേർക്ക് എക്സൽ അറിയാം? പലർക്കും അറിയില്ല. എക്സലിൽ നമുക്ക് പ്രോഗ്രാം വരെ ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് യൂണിറ്റ് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് യൂണിറ്റ് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സലാണ്. ഇത് എല്ലാവർക്കും അറിയണം. ഇപ്പോൾ ബാലൻസ് ഷീറ്റ്, അതുപോലെ ബജറ്റ്, എക്സ്പെൻസസ്, റെസിപ്റ്റ്, ഇതെല്ലാം നമ്മൾ എക്സലിലാണ് ചെയ്യേണ്ടത്. ഇതറിയാത്ത ആളുകൾ, വേർഡ് കുറച്ച് പഠിച്ച ആളുകൾ എന്ത് ചെയ്യും? ഇതെല്ലാം വേർഡിലാണ് ചെയ്യുക. പിന്നെ നമ്മളൊരു പ്രസൻറ്റേഷൻ, ക്ലാസ് റൂമിലൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പവർ പോയിൻ്റ് വേണം. അപ്പോൾ നമ്മുടെ ഫോർത്ത് യൂണിറ്റ് പവർ പോയിൻ്റ് ആണ്. പവർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്ക്രാച്ച്, നമ്മുടെ സ്കില്ലനുസരിച്ച് സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങാൻ പറ്റും. പിന്നെ കുറച്ച് സ്കില്ല് കുറഞ്ഞ ആളുകൾക്ക് ടെംപ്ലേറ്റ്സ് ഉണ്ട്. ആ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിലേക്ക് ഓഡിയോ എങ്ങനെ കൊടുക്കണം, ആനിമേഷൻ എങ്ങനെ കൊടുക്കണം, ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് ഫോർത്ത്. അപ്പോൾ എന്തുകൊണ്ടും കുട്ടികളെന്ന് പറയുമ്പോൾ ഏത് ഡിസിപ്ലിൻ ആയാലും ഇത് വേണം. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഏത് സ്കില്ല് വേണം? കമ്പ്യൂട്ടർ സയൻസ് സ്കില്ല് വേണം. അത് ടീച്ചറായാലും ശരി, സ്റ്റുഡൻസ് ആയാലും ശരി. അപ്പോൾ ഇത്രയുമാണ് ഈ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ഈ കോഴ്സിന് ആര് ജോയിൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ സയൻസ് ഡിസിപ്ലിൻ ഒഴിച്ച് ബാക്കി ആർക്കും ജോയിൻ ചെയ്യാം. പക്ഷേ എല്ലാവരും ജോയിൻ ചെയ്യേണ്ട. കാരണം ഇത് സീറ്റ്സ് ലിമിറ്റഡ് ആണ്. നല്ല താല്പര്യമുള്ള ആളുകളാണ് ഇതിൽ ജോയിൻ ചെയ്യേണ്ടത്. കാരണം ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കോഴ്സസിലേക്കും ആളുകൾ അഡ്മിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിനകത്ത് +2ൻ്റെ മാർക്ക് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളിതിലേക്ക് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.